സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ. തന്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടി വിവാഹത്തോടെ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. ഏകദേശം 14 വർഷങ്ങളാണ് മഞ്ജു സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നത്. എന്നാൽ തിരിച്ചു വന്ന മഞ്ജുവിനെ അതേ സ്നേഹത്തോടെ തന്നെയാണ് മലയാളികൾ സ്വീകരിച്ചത്. ഇന്നും മലയാള സിനിമയുടെ സൂപ്പർ നായികയാണ് മഞ്ജു. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും മഞ്ജു കയ്യടി നേടി. മലയാളികൾ ഇത്രത്തോളം സ്നേഹിച്ച മറ്റൊരു നായിക ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെ നടന്ന അപൂർവമായ കൂടിക്കാഴ്ചയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഓൺ ലുക്കൌട്ട് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ അവതാരകനായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് വൈശാഖ്. വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ വൈശാഖിന്റെ ചേച്ചി മരണപ്പെട്ടുപോയി. അതിനാൽ തന്നെ ചേച്ചിയെ കണ്ട ഓർമ്മ വൈശാഖിനില്ല. എന്നാൽ മരിച്ചുപോയ ചേച്ചിയുടെ സ്ഥാനത്ത് വീട്ടുകാർ കുട്ടിക്കാലം മുതൽ വൈശാഖിന് കാട്ടിക്കൊടുത്തിരുന്നത് മഞ്ജുവിനെയായിരുന്നു. ഓർമ്മ വെച്ചപ്പോൾ സത്യം അതല്ലെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും ചേച്ചി എന്ന സ്ഥാനത്ത് വൈശാഖ് ഇപ്പോഴും മഞ്ജുവിനെ തന്നെയാണ് കാണുന്നത്. പലവട്ടം മഞ്ജുവിനെ നേരിൽ കാണാൻ വൈശാഖ് ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. ആദ്യമായി അതിനൊരു അവസരം കിട്ടിയപ്പോൾ വിറയാർന്ന കൈകളുമായാണ് വൈശാഖ് എത്തിയത്. മോഹൻലാൽ ആരാധകനായ താൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ പോലും ഇത്രയും വിറച്ചിട്ടില്ലെന്ന് മഞ്ജുവിനെ നേരിട്ട് കണ്ട സന്തോഷത്തെ കുറിച്ച് സംസാരിക്കവേ വൈശാഖ് പറഞ്ഞു. വൈശാഖിന്റെ ജീവിതകഥ കേട്ടപ്പോൾ ചേച്ചിയാണെന്ന് തന്നെ കരുതിക്കോളാനാണ് മഞ്ജുവും പറഞ്ഞത്. ശേഷം വൈശാഖിന്റെ വിശേഷങ്ങളെല്ലാം മഞ്ജു ചോദിച്ചറിഞ്ഞു. സംസാരത്തിനിടയിൽ മഞ്ജുവിന്റെ കണ്ണുകളിൽ ഈറനണിയുന്നതും കാണാമായിരുന്നു. മഞ്ജുവിനെ ആദ്യമായി കണ്ട സന്തോഷം പങ്കിട്ട് മനോഹരമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈശാഖും പങ്കിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കാര്യം സംഭവിച്ചു. കുഞ്ഞുനാൾ മുതൽ ചേച്ചി എന്ന് കരുതി ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആ മുഖം, ഓർമ്മ വെച്ച നാൾ മുതൽ സ്വന്തം ചേച്ചിയല്ലെന്ന് അറിവ് വന്നിട്ട് പോലും ആ ഇഷ്ടത്തിന് ഒരു മാറ്റം സംഭവിക്കാതെ എന്റെ വളർച്ചയ്ക്കൊപ്പം കൂടി വന്ന ആ ഇഷ്ടത്തിന് ഇന്ന് എന്റെ ജീവിതത്തിന്റെ വലിപ്പമുണ്ട്. ചേച്ചി എന്ന് കേൾക്കുമ്പോഴും പറയുമ്പോഴും ആദ്യം കയറി വരുന്ന ആ മുഖം പക്ഷേ നേരിൽ കാണുക എന്നുള്ളത് ഒരു ആഗ്രഹം മാത്രമായി ഒതുങ്ങിപ്പോയ ഒന്നായിരുന്നു. പുള്ളിയിലെ വാരിയം വീടിന്റെ ഉമ്മറത്ത് എത്തിയിട്ട് പോലും അതൊരു ഭാഗ്യം ലഭിച്ചിരുന്നില്ല. ചേച്ചിയെ ആദ്യമായി കാണുമ്പോൾ വെറും ഒരു ആരാധകനായി അവർ കാണരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് എനിക്ക് അവരെന്ന് അറിഞ്ഞിട്ട് വേണം അത് സംഭവിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അത് സംഭവിച്ചു. എന്റെ ഈ ആഗ്രഹങ്ങൾ അറിയാമായിരുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ അതിന് അവസരം ഒരുക്കി തന്നു. അങ്ങനെ എനിക്കും മഞ്ജു ചേച്ചിയും സർപ്രൈസ് ഒരുക്കിക്കൊണ്ട് അവർ ആ മുഹൂർത്തം ഒരുക്കി. ചേച്ചിയുടെ പുതിയ സിനിമയായി ഫൂട്ടേജിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ ആ അവസരം ഒരുക്കി. അങ്ങനെ ആദ്യമായി ചേച്ചിയെ കണ്ടു. അതേസമയം വെള്ളരിപ്പട്ടണമാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ. തമിഴ് രജനീകാന്ത് ചിത്രം വേട്ടയാൻ, മിസ്റ്റർ എക്സ്, വിടുതലൈ പാർട്ട് 2 എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിലുള്ളത്. ഹിന്ദിയിൽ അമൃകി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ട്. ഫൂട്ടേജ് എന്ന ചിത്രമാണ് മഞ്ജുവിന്റേതായി റിലീസിന് തയ്യാറെടുക്കുന്ന പുതിയ ചിത്രം.